നമ്മൾ തൽക്കാലം എല്ലാ സൈഡും തുറന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ ടെന്റ് കുളത്തിൽ പോകും. അത്രയ്ക്കും കാറ്റാട്ടോ. കുറച്ച് ഉപ്പുപൊടി, ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ കിടക്കണേ. മീന് എന്തുണ്ടായിരുന്നു. സംഭവം സെറ്റപ്പാട്ടോ, ടേസ്റ്റ് ഉണ്ട്. 1,20,000 രൂപന്റെ ഡ്രോണാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നത്. അത് കണ്ണൂരുള്ള ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ മാഷാണ്. നിങ്ങൾക്ക് അത് ആവശ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലഡു കിട്ടി. എന്താ വെച്ചാൽ ഡ്രോണൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. അതിങ്ങനെ ലൈറ്റൊക്കെ അകത്തെടുത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. എല്ലാ കള്ളൂടിയന്മാരും വന്നാല് ഫുള്ള് മൂടി, നല്ല കട്ട മഞ്ഞ്, അടിപൊളി തണുപ്പാട്ടാ. രാവിലെ നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരുന്നു അല്ലേ. രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയിരുന്നെങ്കിലോ ഇത് കാണാൻ പറ്റുമായിരുന്നു. അതായത് ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഒക്കെ ആവും എന്നുള്ള രീതിയിലാണ്. വേറൊരു പണിക്കും പോകാതെ ഇതിന് തന്നെ ഇറങ്ങി തിരിച്ചേട്ടോ. അപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ഒന്ന് ചെയ്യണം കേട്ടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആശാനില്ല കേട്ടോ. ഇന്ന് ആശാനില്ല. ആശാൻ 1-2 പരിപാടിയായിട്ട് തിരക്കിലാണ്. ഇനിയിപ്പോ അവനെ കിട്ടാൻ 2-3 ദിവസം കഴിയും. അപ്പൊ അവനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടും വേണ്ടേ. അങ്ങനെ ഞാനൊരു പാറക്കുളത്തിൽ വന്ന് ഒന്ന് സെറ്റാവാനുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് ടെന്റ് അടിക്കണം, കുക്ക് ചെയ്യണം. ഇന്നിപ്പോ ആശാനില്ലാത്തതുകൊണ്ട് ഞാൻ മീനാ കൊണ്ടുവന്നിരിക്കണേ കേട്ടോ. എന്താ വെച്ചാല് ആശാനുള്ളപ്പോ മീൻ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുവേ. അവന് മീൻ കഴിക്കൂലല്ലോ. മീൻ കഴിക്കൂല, കാപ്പി കുടിക്കൂല, പച്ചക്കറി തിന്നൂല, അങ്ങനത്തെ ഒരു സാധനം അവൻ കഴിക്കൂല. അപ്പൊ എന്തായാലും ഞാൻ അവനില്ലാത്തതുകൊണ്ട് ഇന്ന് മീനാ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് നല്ല പൊള്ളിച്ച് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുമ്പ് നമുക്ക് ടെന്റ് അടിച്ചൊന്ന് സെറ്റ് ആവല്ലേ. സമയം ഏകദേശം 5:30-5:45 ആയി. എന്തായാലും ഈ ഭാഗത്ത് തന്നെ ടെന്റ് അടിച്ചൊന്ന് സെറ്റ് ആവല്ലേ. നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ തൽക്കാലം എല്ലാ സൈഡും തുറന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ ടെന്റ് കുളത്തിൽ പോകും. അത്രയ്ക്കും കാറ്റാട്ടോ, നല്ല കാറ്റ്. അപ്പൊ തൽക്കാലം ഇതെല്ലാം തുറന്നിരിക്കട്ടെ. മിക്കവാറും എല്ലാം കാറ്റ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് സാധനങ്ങൾ എടുത്തു വെക്കാം അല്ലേ. സാധനങ്ങൾ ഈ സൈഡിൽ വെച്ചാൽ കാറ്റ് ഇങ്ങോട്ട് അടിക്കില്ല.
അപ്പോൾ എന്തായാലും നമ്മുടെ ടെന്റ് സെറ്റായി. ഇനി നമുക്ക് 2 കല്ല് വെച്ച് അടുപ്പുണ്ടാക്കണം. ഇരുട്ടാകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള പരിപാടി നോക്കാം. നമ്മളെന്തായാലും വിറക് കൊണ്ടുവന്നുണ്ട്. ഇവിടെ എന്തായാലും വിറക് കിട്ടൂലല്ലോ, പാറയല്ലേ. അപ്പോൾ എന്തായാലും ഇരുട്ടാകുന്നതിന് മുമ്പേ അടുപ്പ് കത്തിച്ച് സെറ്റാക്കാം അല്ലേ. ഇവിടെ ഇന്നലെയൊക്കെ മഴ പെയ്തുകൊണ്ട് കത്തി പിടിക്കാൻ കുറച്ച് പാടാണ്. എന്തായാലും ഇപ്പൊ തന്നെ കത്തിക്കാം അല്ലേ. ഇപ്പൊ കത്തിച്ചാലേ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തീയാവുള്ളൂ. ഞാനേ കുറച്ച് തേങ്ങയുടെ ചേരിയൊക്കെ കൊണ്ടുവന്ന കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ കത്തി പിടിക്കാൻ പാടായിരിക്കും. അവിടെയൊക്കെ ആരൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ, ആ സൈഡിലൊക്കെ ഉച്ചിമ്പകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കത്തി പിടിക്കുന്ന കാര്യം സംശയമാണ്. ഏകദേശം കത്തിയിട്ടുണ്ട്, പക്ഷെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലൈറ്റ് സെറ്റായി, എല്ലാ പരിപാടിയും സെറ്റായി, തീ പിടിച്ചു. ഇനി നമുക്ക് ഒരു മീൻ മേടിച്ചു കൊണ്ടുവന്നുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കി മുളകും മസാലയൊക്കെ തേച്ച് നല്ലൊരു ഫിഷ് മസാല ഉണ്ടാക്കാം. എന്താ വെച്ചാലേ ഈ നമ്മുടെ ആശാനുള്ള സമയത്ത് മീൻ കൊണ്ടുവരാൻ പറ്റില്ല. എന്താ വെച്ചാൽ മീൻ കൊണ്ടുവന്നാൽ അവൻ കഴിക്കൂലല്ലോ, പിന്നെ ഞാൻ ഒറ്റക്ക് കഴിക്കേണ്ടി വരും. അതാണ് ആശാനുള്ളപ്പോൾ മീൻ കൊണ്ടുവരാത്ത കേട്ടോ. ഇന്നിപ്പോൾ ആശാനില്ലാത്തതുകൊണ്ട് എന്തായാലും മീൻ എന്തായാലും അടിപൊളിയായിട്ട് കഴിക്കാം. അവൻ മീൻ കഴിക്കില്ല, ഒരു സാധനം കഴിക്കൂലേ. പിന്നെന്താ ചെയ്യുക, നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണ്ടേ, അതാണ് പ്രശ്നം. അപ്പൊ ഇന്നിപ്പോൾ ആശാനില്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു മീൻ അങ്ങ് കൊണ്ടുവന്നു. അപ്പൊ അത് സെറ്റാക്കാം അല്ലേ. അപ്പൊ നമ്മളെ മീന് ഇതാണ് കേട്ടോ. ഇതൊരു സൈസ് ചുവന്ന മീനാണ്. എന്തൊരു മീനാണെന്ന് അറിയില്ല, വലിയൊരു കണ്ണൊക്കെ ആയിട്ട്. ഞാൻ അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് അവിടുന്ന് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഒരു ചുവന്ന കളർ മീനാണ്. ഞാൻ എൻ്റെ തൊലി അവിടുന്ന് പൊളിച്ച് കൊണ്ടുവന്ന സംഭവം സെറ്റാണ്. ഇതിനൊക്കെ ക്ലീൻ ചെയ്തതാണ്. ഇനി ഒന്നുകൂടി കഴുകി ഇങ്ങനെ വരയിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. സംഭവം നല്ല മീനാട്ടോ. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഒരു ചുവന്ന മീനാണ്, വലിയൊരു കണ്ണൊക്കെ ആയിട്ട്. കണ്ട എന്തൊക്കെ ചാടി വരുന്നൊക്കെ ഉണ്ട്. തവളയാണോ? ആ സൈഡ് അങ്ങ് അടച്ചിടാം അല്ലേ. കാറ്റാന്നും പറഞ്ഞുകൊണ്ട് നമ്മളിത് തുറന്നിട്ട് കഴിഞ്ഞാൽ വല്ല പാമ്പും കയറിയിരിക്കും. അപ്പൊ അതിന് നല്ലല്ല അടച്ചിരുന്നേ. ഇതൊന്നൊരു പുതിയ മസാല കേട്ടോ, ഫിഷ് മസാല വെറൈറ്റി ആണേ. നമുക്ക് നാളെ സവാളയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാം. അപ്പോഴത്തേക്ക് ചട്ടിയൊക്കെ ഒന്ന് ചൂടാവട്ടെ. ഇത്രയും നേരം തീ നല്ലോണം കത്തുണ്ടായിരുന്നു. നമ്മൾ ചട്ടി വെച്ചപ്പോഴത്തേക്ക് തീയും പോയി.
എന്തായാലും കുറച്ച് എണ്ണ ഒഴിച്ച് സെറ്റാക്കാം. ആശാൻ ചെയ്യുന്ന പോലെ ടെസ്റ്റാണ് കേട്ടോ, എന്താണെന്നൊന്നും അറിയില്ല. അയ്യോ, എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മീൻ ഇങ്ങനെ വെക്കും. മീനിങ്ങനെ വെക്കും. ഇതിനകത്ത് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒരു പരിപാടി ഇട്ടിട്ടില്ല. ഇനി ഇത് ഈ സവാള ഇങ്ങനെ ഇടും. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പുപൊടി, ശകലം മുളക് പൊടി, ഇവിടെ നമ്മുടെ ആശാന്റെ സ്പെഷ്യൽ കുരുമുളക് പൊടി. ഇതിനകത്ത് കുറച്ചേ ഉള്ളല്ലോ. ഒരു സാധനം അരിയാൻ മറന്നില്ല, ഒരു തക്കാളി ഉണ്ടായിരുന്നു. ഈ തക്കാളിയും കൂടെ മേളിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. സവാളൊക്കെ ഇപ്പോഴേ കരിഞ്ഞു തുടങ്ങി, എന്താവെന്ന് അറിയില്ല. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നല്ലോണം അടച്ചു വെക്കും. കംപ്ലീറ്റ് അങ്ങ് അടച്ചു വെക്കും. അയ്യോ, ഇപ്പൊ സംഭവം സെറ്റാവും. എന്താവെന്ന് അറിയില്ല, നോക്കാല്ലേ. സെറ്റാവോ സെറ്റാവില്ലേ എന്നുള്ളത് അച്ഛൻ ചെയ്യുന്ന പോലെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സംഭവം ഒന്നല്ല, യൂട്യൂബിൽ കണ്ടതാട്ടാ. ആശാനൊന്നൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അവൻ വരാഞ്ഞത്. അവന് പിന്നെ പണി ലീവാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സെറ്റപ്പ് നമ്മളായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എന്തായാലും പണി കിട്ടിയപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അവനങ്ങ് പോയി. പിന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ പണിക്ക് പോകണമെന്ന് ചോദിക്കും, ഇഷ്ടമല്ലാതെ അയക്കിന്. പക്ഷെ നമുക്കൊരു നല്ല വരുമാനമായിട്ടില്ലല്ലോ. വരുമാനമായെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഇങ്ങനെ നടന്നാൽ മതി. പക്ഷെ അതിനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല. ആവുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് രണ്ടാളും കൂടെ തന്നെ കൊണ്ടു നടക്കും കേട്ടോ. ഇപ്പൊ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോയി അങ്ങനെ അങ്ങ് പോവുക ഒരു അഡ്ജസ്റ്റ്മെന്റിൽ. പിന്നെ നമുക്ക് പുതിയ ബൂട്ടൊക്കെ കിട്ടിട്ടോ. ഇതൊക്കെ നമ്മുടെ ജിന്നിന്റെ ഗിഫ്റ്റ് തന്നെയാ കേട്ടോ. നമ്മളെ ഇത് എന്താ വെച്ചാലേ, ഇത് കിട്ടിയത് നല്ല നന്നതായി. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെളിയിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഷൂവിനുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കും. പിന്നെ അതിട്ടിട്ടല്ല ഇങ്ങനെ നടക്കുക. അപ്പൊ പിന്നെ ഈ വിരലിന്റെ സൈഡൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവായിരുന്നു. എന്തായാലും നമുക്ക് ഈ സാധനവും പിന്നെ അതുപോലെ ഈ റാന്തൽ പോലത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റും ഇതൊക്കെ നമ്മുടെ ജിന്നിന്റെ ഗിഫ്റ്റ് തന്നെയാ കേട്ടോ. ഇതൊക്കെ നമുക്ക് കൊറിയർ വരുന്നതാണ്. അപ്പോൾ ഇത് പേരും അഡ്രസ്സും ഒന്നും ഇല്ലാത്ത കൊറിയറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജിന്ന് തന്നെ നമുക്ക് വിടുന്നതാണ്. പിന്നെ ജിന്ന് എന്തായാലും നമുക്ക് പുറത്ത് അറിയപ്പെടാൻ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടാണ് ഈ ജിന്ന് എന്ന് പറയുന്നത് കേട്ടോ. പുള്ളി ഏതാണെന്നോ പുള്ളി എങ്ങനെ അറിയപ്പെടുന്നോ, പുള്ളിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത ആളായിരിക്കും. അല്ലെങ്കിൽ പുള്ളിയുടെ പേരും ഇതൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. എന്തായാലും ഇതൊക്കെ നമുക്ക് പുള്ളി തന്നെ തന്നതാണ്. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും തന്നത് ജിന്ന് തന്നെ കേട്ടോ. ഇപ്പൊ ഈ ടെന്റ് ആയാലും ആ മാറ്റ് ആയാലും വലിയ ആ മറ്റേ ലൈറ്റ് ആയാലും ഇതായാലും ഷൂ ആയാലും പിന്നെ ആശാന് കുറെ ടീഷർട്ട്, എനിക്ക് കുറെ ടീഷർട്ട്, എല്ലാ സാധനങ്ങളും ഇപ്പൊ ജിന്ന് തരുന്നുണ്ട്. എന്തായാലും പുള്ളി അറിയപ്പെടാൻ ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനാണ്. അതായത് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ തന്നിട്ട് ഇന്നാൾ തന്നു അല്ലെങ്കിൽ ഇന്നാൾ തന്നു എന്നുള്ള പേര് പറയാൻ ഇഷ്ടമല്ല, അറിയണ്ടെന്നുള്ള ആ ഒരു നിലപാടുള്ള ആളാണ്. അതുകൊണ്ടാണ് പുള്ളി ഞങ്ങളോട് ഡീറ്റെയിൽസ് ഒന്നും പുള്ളിയുടെ പറയാത്തത്. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ. പിന്നെ നമുക്ക് വേറൊരു വിശേഷം കൂടി ഉണ്ട്. വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രോൺ ഓഫർ ചെയ്തിട്ടുണ്ട് ഒരാള്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ.
അടപ്പൊന്ന് തുറന്നു നോക്കാം അല്ലേ? എന്താണ് സ്ഥിതി? അയ്യോ, അയ്യോ, സംഭവം സെറ്റായിട്ടാ. ഇത് അടച്ചു വെച്ചോണ്ടേ മീനൊക്കെ അങ്ങോട്ട് വെന്ത്. ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ കിടക്കണേ. മീന് വെന്തുണ്ടായിരുന്നു. ഇനി കുറച്ചേരം അടച്ചു വെക്കാതെ ഇങ്ങനെ വെച്ചാലോ? കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്താലോ? ഒക്കെ കരിഞ്ഞ് പൊടിഞ്ഞ് ഒരു പരുവ് വഹിക്കണേ. നമ്മുടെ മീൻ എന്തായാലും ഏകദേശമൊക്കെ തീരുമാനമായി. എന്താ വെച്ചാൽ കരിഞ്ഞ് ഒരു സൈഡൊക്കെ കരിഞ്ഞ് ആകെ ഇതായിട്ടുണ്ട്, ഒരു സൈഡാണെങ്കിൽ വെന്തിട്ടില്ല, ആ പരുവായിട്ടുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി കിടക്കട്ടെ അല്ലേ? ഞാനാണെങ്കിൽ ഇത് മൊത്തത്തിലേ നീളത്തിൽ മുറിക്കാതെ ഇങ്ങനെ ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ട് അത് നുള്ളി തിന്നാന്ന് വിചാരിച്ച് വേറെ ഒന്നും കൊണ്ടുവന്നതുമില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ ചോറ്, ചൂടുള്ള ചോറ് ഇങ്ങനെ ഇട്ടിട്ട് ഈ കുഴച്ചൊരു പിടി പിടിച്ചാൽ എൻ്റെ പൊന്നേ. ഓ, റേഷനരി വേണം, റേഷനരി ഇട്ടിട്ട് തിന്നണം. ആയ് സെറ്റാണ്. കരിഞ്ഞിക്കൊന്നും ഇനി കരിയാനൊന്നുമില്ല. ഇനി നോട്ടെ, ടേസ്റ്റ് ഒന്നും ആവട്ടെ. സംഭവം സെറ്റാട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ തിന്നാൻ എന്തെങ്കിലും വേണമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ആയതുമില്ല. നമ്മളിങ്ങനെ നുള്ളി നുള്ളി തിന്നുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങനെ ചെയ്യാന്ന് വെച്ചു. പക്ഷേ ഇതിപ്പോൾ ആകെ പൊടിഞ്ഞ് കൊളായി. കുഴപ്പമില്ല അല്ലേ? സെറ്റാക്കാം. കുറച്ച് കട്ടൻ കാപ്പിയും കൂടി എടുത്ത് വെച്ചാലോ? ഇതിങ്ങനെ അടച്ചു വെക്കുക. ഇതിങ്ങനെ വെക്കട്ടെ. കാപ്പി കുറച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കാപ്പി ഏകദേശമൊക്കെ റെഡിയായി. ആശാനുള്ളപ്പോൾ കാപ്പി വെക്കാനും സമ്മതിക്കില്ല അവൻ. എന്താണ് അപ്പോൾ അവൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക? വാ, കാപ്പി സെറ്റായി. ഇനി തീ അങ്ങോട്ട് കത്തിച്ചാൽ അതും സെറ്റായി. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ റെഡിയായി. ഇനി നമുക്ക് മീൻ ഇങ്ങനെ നുള്ളി തിന്നാലേ? കട്ടൻ കാപ്പിയും മീനും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വേറെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നല്ല പൊളിയായേനെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പോലെ ആയതുമില്ല മീൻ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വാ, നല്ല സെറ്റ്. നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. എന്താ മീനിന്റെ ഒരു ഭാഗം അങ്ങ് പോയി, ഒരു ഭാഗം നോക്ക്. സംഭവം സെറ്റപ്പാട്ടോ, ടേസ്റ്റ് ഉണ്ട്.
ഈ സവാളയൊക്കെ കുറച്ച് കരിഞ്ഞാലേ സംഭവം ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നല്ല റേഷൻ കടയിലെ അരിയുടെ ചോറ് വേണമായിരുന്നു. ചൂടുള്ള ചോറും ഇതൊരു പിടി പിടിച്ചാറുണ്ട് എൻ്റെ പൊന്നേ. ഈ ഷൂ ഊരിടാത്ത എന്താ അറിയോ, ദൂരിട്ടിട്ട് കയറിയിട്ട് പിന്നെ ഇടാൻ ഇത് ഭയങ്കര പാടാ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കുത്തി കയറ്റിയതാ അത്. പക്ഷെ ഇത് നല്ല സേഫാട്ടോ. കാല് വെള്ളത്തിലൊക്കെ ഇറങ്ങിയല്ലോ, വെള്ളം ഒരു തുള്ളി കയറിയില്ലല്ലോ കാലിലൊന്നും. സംഭവം നല്ലതാ. എന്തായാലും നമ്മളെ ജിന്ന് പൊളിയാട്ടാ. പുള്ളിക്ക് അങ്ങനെ അറിയപ്പെടണം, പുള്ളിയുടെ പേര് പറയണം എന്നൊന്നും ആഗ്രഹമില്ലാത്ത മനുഷ്യനായിരിക്കാം. പിന്നെ നമുക്ക് ഡ്രോൺ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, 1,20,000 രൂപേന്റെ ഡ്രോണാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നത്. അത് കണ്ണൂരുള്ള ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ മാഷാണ് പുള്ളി തരാന്ന് പറഞ്ഞത്. പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി നമ്മുടെ വീഡിയോ ഒക്കെ ശരിയായിട്ട് കാണുന്നതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളത് ഉപയോഗിച്ചോ, എനിക്കത് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. സംഗതിയൊക്കെ ധാരണയിലെത്തി. പക്ഷേ പുള്ളിനോട് പറഞ്ഞ കാര്യം എന്താ അറിയോ, ഡ്രോണ് ഒരാൾ കൊണ്ടുത്തരും, കൽപ്പറ്റ കൊണ്ടുത്തരും. ഇപ്പോഴല്ല, ഒരാഴ്ച മുമ്പ് കേട്ടോ, വയനാട് കൽപ്പറ്റയെ കൊണ്ടുത്തരും. അവിടെ പോയി മേടിച്ചാൽ മതി. അപ്പോൾ ആ ഡ്രോണ് തരുമ്പോൾ ഒരു 2,000 രൂപ ആളെടുത്ത് കൊടുത്താൽ മതി. ഒരു ബോക്സിലാക്കി കൊണ്ടുതരും. അപ്പോൾ ഒരു 2,000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നമ്മളും വിചാരിക്കും ഒരാൾ ഗിഫ്റ്റ് തരുന്നതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ 2,000 രൂപ അതിൻ്റെ എക്സ്പെൻസ്, അത് വരവ് ചിലവോ അങ്ങനെ എന്തെങ്കിലും ആണ്, അങ്ങനെയുള്ള കണക്കൂട്ടിയാണ്. അപ്പം ഞാനിത് 1-2 ആൾക്കാരോട് ഷെയർ ചെയ്തു, നമ്മുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി വിളിച്ച് ചോദിച്ചു നോക്കുന്ന, പിന്നെ അവർക്ക് കൊറിയർ ചെയ്ത് തന്നാൽ പോരെ, നമുക്ക് ഗിഫ്റ്റ് തരുന്ന ആളാണെങ്കിൽ കൊറിയർ ചെയ്ത് തന്നാൽ പോരെ, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ നമ്പറിലോട്ട് തിരിച്ചു വിളിച്ചു, ആളെ എനിക്ക് വിളിച്ച നമ്പറിലോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ അങ്ങോട്ട് കോള് പോകുന്നില്ല, നോട്ട് റീച്ചബിൾ അങ്ങനെ പറയുക. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇന്നലെ അയാൾ മിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഒന്നുകൂടി വിളിച്ചിട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, എന്നാണ് നിങ്ങൾക്ക് എൻ്റെ ഒഴിവെന്നാണ്, അപ്പോൾ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് സാധനം കൊടുത്തു വിടാം, നിങ്ങൾ 2,000 രൂപ കൊടുത്താൽ മതി, എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് അത് ആവശ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലഡു കിട്ടി. എന്താ വെച്ചാൽ ഡ്രോണൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. അതിങ്ങനെ ഒരു ഡ്രോൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ലേ, ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇരുന്നാൽ മതി, അതിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇതേപോലത്തെ വലിയൊരു മലയിലൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കറങ്ങിയടിച്ച് ഷൂട്ട് ചെയ്ത് വരുമല്ലോ. അതൊക്കെ നല്ലൊരു വ്യൂവും അതൊക്കെ നമുക്കൊരു ആഗ്രഹമാണല്ലോ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റായി. പിന്നെ ഇന്നലെ വിളിച്ചിട്ട് ആൾ പറയണു, നിങ്ങൾ കോഴിക്കോട് വന്നാൽ മതി, അവിടുന്ന് പാഴ്സൽ തരും, ഒരു 2,000 രൂപ പുള്ളിയെടുത്ത് കൊടുത്താൽ മതി. അപ്പം എനിക്കൊരു ഡൗട്ട്, ഈ കോഴിക്കോടൊക്കെ എന്തിനാ നമ്മൾ പോകേണ്ട? ഞാനിപ്പോൾ വയനാട്ടിലാണ് ഉള്ളത്. കോഴിക്കോടൊക്കെ എന്തിനാ നമ്മൾ പോകേണ്ട ആവശ്യം? ഇനി അത് വല്ല നമ്പർ വേണോ? ഇവന്മാർ പറഞ്ഞതുപോലെ വല്ല തട്ടിപ്പാണോ? എന്തെങ്കിലും ഒരു പൊതി തന്നിട്ട് നമ്മളിപ്പോൾ ഒരാൾ കൊറിയർ അല്ല, നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ അയാളെ മുമ്പ് ഇത് ഗിഫ്റ്റ് തന്നെയാണോ എന്ന് പൊട്ടിച്ച് നോക്കുമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കാതെ ആണല്ലോ നമ്മൾ ഈ 2,000 കൊടുക്കുക. നമ്മൾ ഈ പെട്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. പെട്ടിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ വല്ല ഈ സിമെന്റ് കട്ട ഇഷ്ടിക കട്ടയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പുള്ളി കോഴിക്കോട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വയനാട്ടിലാണ്, ഇപ്പൊ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ല, ഞാൻ ഒരു 2-3 വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞ്, എങ്ങനെയും നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിച്ചതല്ലേ, ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം. അപ്പോഴും നമ്മൾ സംസാരം കേൾക്കുമ്പോൾ ഒരു ഒറിജിനൽ ഷെഫീഖ് എന്നാണ് പേര് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയോട് വേറെ ഇതൊന്നും ഇല്ല കേട്ടോ, വേറെ ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാല്, പിന്നെ പുള്ളി തരാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം, എനിക്ക് കൊറിയർ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതിൽ നിന്ന് ബാക്കായി. അങ്ങനെ ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഒരു സൈസ് വർത്താനം. പിന്നെ ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഞാൻ അതിനകത്തൊരു തിരിച്ചു വിളിച്ചപ്പോൾ പിന്നെ കിട്ടുന്നേ ഇല്ല, ഫുള്ള് നോട്ട് റീച്ചബിൾ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഉടായിപ്പായിരിക്കാം. ഇങ്ങനെ നമുക്ക് പൊതി കൊണ്ട് തരുമ്പോൾ നമ്മൾ എന്തായാലും തുറന്നു നോക്കൂലല്ലോ. തുറന്നു നോക്കാതെ നമ്മൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല ഇഷ്ടികട്ടായിരിക്കും, നമ്മുടെ 2,000 പോവും. അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ അയാൾ പിന്നെ എന്താ നോട്ട് റീച്ചബിൾ ആക്കി വെച്ചേ ഫോണ്. എൻ്റെ കോളാണെങ്കിൽ എല്ലാ കോളും അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. നമ്മൾ ഈ ഡ്രോണൊക്കെ കിട്ടുന്ന പറയുമ്പോൾ വലിയ ലഡു പെട്ടി ഇങ്ങനെ നിൽക്കരുത്, നമുക്ക് മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കാലൊന്നും. ആദ്യം അയാൾ ഡ്രോൺ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ വേണ്ടാന്ന്. എന്താ വെച്ചാൽ നമ്മൾ അതിന് മാത്രം ഒരു സെറ്റപ്പ് ആയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പുള്ളിക്ക് തന്നെ നിർബന്ധം ഡ്രോൺ വേണം നിങ്ങൾക്ക്. അപ്പൊ പിന്നെ ഞാനും ഇങ്ങനെ ആലോചിച്ചു, ശരിയാ നമുക്ക് ഡ്രോൺ വേണം. എന്തായാലും അത് ഡ്രോണിന്റെ കാര്യം തീരുമാനമായി. നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് ഷെഫീഖ് മാഷ് എങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊന്ന് ആലോചിക്കട്ടോ.
ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇനി ഷെഫീഖ് മാഷ് ഉടായിപ്പിന്റെ പുസ്തകമാണോന്നും അറിയില്ല കേട്ടാ. ഇതന്നെ ആയിരിക്കും ഷെഫീഖ് മാഷ പണി. എന്താ വെച്ചാൽ കുറെ ട്രോൺ ഉണ്ടാവും, ഇത് കൊടുക്കാറിഞ്ഞിട്ട് ഇഷ്ടികക്കട്ട ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. ഞാനെന്നിട്ട് നമ്മുടെ ആശാനോട് ഞാൻ ഡ്രോണിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഡ്രോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആശാൻ നിലത്തൊന്നുമല്ല. എന്താ വെച്ചാൽ ആശാൻ പറഞ്ഞ എന്താ അറിയോ, നമുക്ക് ഇങ്ങനെ മല കയറുമ്പോൾ ഡ്രോണിന്റെ മുകളിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഡ്രോൺ വന്നോളും, നമുക്കിനി ക്യാമറ പിടിച്ച് നടക്കണ്ട. പാവട്ടാ, അവൻ അങ്ങനെയൊക്കെ കുറെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇത് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ അല്ല കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ആഗ്രഹമില്ല. പിന്നെ അതിന്റെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഞാൻ മറ്റേ DJ മിനി 2 ആ സാധനത്തിനൊക്കെ 30,000-40,000 രൂപയൊക്കെ ഉള്ളൂ. സെക്കൻഡ് ഹാൻഡ് കിട്ടും, അതൊക്കെ വേണമെങ്കിൽ മേടിക്കാം. അല്ല ഞാൻ പറയാം, നമുക്കിപ്പോൾ ആവശ്യമില്ല. അല്ല കിട്ടിയാലും ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് നിർബന്ധമില്ല. നമ്മളിപ്പോൾ അതിന് മാത്രം വലിയൊരു സെറ്റപ്പൊന്നും ആയിട്ടില്ലല്ലോ. സെറ്റപ്പൊക്കെ ആയി വരുമ്പോൾ നോക്കാം അല്ലേ. എന്തായാലും ഫുഡ് റെഡിയായി, കുഴപ്പമില്ല കേട്ടോ. വയറിറഞ്ഞു. ആ സവാളയൊക്കെ കുറച്ച് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒതുക്കി സെറ്റാക്കട്ടെ കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല മഞ്ഞും വരും. കാറ്റുണ്ടായതുകൊണ്ട് എന്തായാലും വിറക് നല്ലോണം കത്തുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കൂട്ട് കയറാം അല്ലേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ആശാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആശാനും ഇല്ല. ഷൂ അഴിക്കാനാണ് പാട്. അഴിക്കാനും ഇടാനും ഭയങ്കര പാടാ. എൻ്റെ പൊന്നെ, ഇത് അഴിക്കാനും ഊരാനും ഭയങ്കര പാടാട്ടോ. പക്ഷെ സംഭവം നല്ല സേഫാട്ടോ. അല്ലെങ്കിൽ ചെറിയ ഷൂ ആകുമ്പോൾ അതിനുള്ളിൽ വെള്ളം കയറുമ്പോൾ അതിങ്ങനെ കാല് പൊട്ടി ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ഇത് കിട്ടിയത് നന്നായി. അപ്പോൾ എന്തായാലും അകത്ത് കയറാനുള്ള പരിപാടി നോക്കാം അല്ലേ. ലൈറ്റൊക്കെ അകത്തെടുത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, വല്ല കള്ളുകൂടിയന്മാരും വന്നാൽ കോട്ട് എടുത്തിടാം അല്ലേ. നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ വലിയ ടെൻറ്റിൻ്റെ ആവശ്യമില്ല അല്ലേ. നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഇരുന്നോട്ടെ. ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കോട്ടൊക്കെ ഇട്ട് സെറ്റാവാം. പിന്നെ സ്പേസ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്തായാലും ചെറിയ ചെറിയ കാറ്റടിക്കുന്നുണ്ട്, ലേശം കാറ്റടിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല മഞ്ഞിരിക്കും. അപ്പോൾ രാവിലെ എന്തായാലും എഴുന്നേറ്റ് രാവിലത്തെ മഞ്ഞും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒക്കെ പോവാം. ഇനിയിപ്പോൾ ആശാനില്ലല്ലോ. ആശാനുണ്ടെങ്കിൽ എന്താ പറയുക പരിപാടി, 4 മണിയാകുമ്പോൾ രാവിലെ 4 മണിയാകുമ്പോൾ പറയും പോവാ.
അത് പറയുമ്പോൾ നമ്മുടെ വിളിയും പോവും. ആ എന്നാ ശരി വാ പോവാ, അങ്ങനെ പോവും. തവളെ കാത്ത് കയറുന്നുണ്ട. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും രാവിലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുണ്ടാവും, ആ മഞ്ഞൊക്കെ ഒന്ന് കണ്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അതൊക്കെ അങ്ങനെ പോവാം അല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാന്ന് പറയാൻ ആശാനിപ്പുറത്തില്ല കേട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ മൈനസ് ഇതൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു മൈനസ് വന്നത് എന്താ അറിയോ, ആരോരാൾ ചോദിച്ചു, പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കള്ളുടിയന്മാർ വന്നല്ലോ, അപ്പോൾ വേറൊരു അച്ഛനും മക്കളും വന്നല്ലോ, അത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത അച്ഛനും മക്കളും വന്നതാണോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല. ആ അച്ഛനും മക്കളും അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരെന്തോ കമൻറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാനത് പ്ലാൻ ചെയ്തൊന്നുമല്ല, അവരെ വീട് മേൽഭാഗത്താണ്. അപ്പോൾ അവർ ലൈറ്റ് കണ്ടുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ പുള്ളി കുട്ടികളെയും വിളിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. ഈ ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ വന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് അവരെ കൊണ്ടുവന്നല്ല കേട്ടോ. പ്ലാൻ ചെയ്തതാണെങ്കിൽ എനിക്ക് വിളിച്ച് പരിചയപ്പെടുത്തി അങ്ങനെ ഇരുത്തി അവരെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്തത്. അല്ല ഞാൻ പറയുക, അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ. പിന്നെ മൈനസ് ഒക്കെ കമൻറ്റുകളൊക്കെ വരും, പക്ഷെ അതൊന്നും കാര്യമാക്കില്ല. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ ഇനി എന്തായാലും രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകണുള്ളൂ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞാട്ടോ, അടിപൊളി മഞ്ഞ്. ഇതിന്റെ മേളൊക്കെ മഴ ഇതുപോലെ നനഞ്ഞ്. ഇതുണ്ടോ, മഞ്ഞുമുടിയുടെ ഇവിടെ ഒന്നും കാണാനില്ല, ഉള്ളുമുടി, നല്ല കട്ട മഞ്ഞ്, അടിപൊളി തണുപ്പാട്ടാ. എന്തായാലും കുറച്ച് കാപ്പിയൊക്കെ വെച്ചൊന്ന് സെറ്റ് ആവല്ലേ, എന്നാലും ഇപ്പൊ ഒരു സെറ്റ് ആവുള്ളൂ. ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. എന്തായാലും നമുക്ക് കുറച്ച് കാപ്പി ഇട്ട് കുടിച്ചിട്ട് സെറ്റ് ആവാം. ആ സൈഡിലെ വെള്ളമോ മലയോ ഒന്നും കാണുന്നില്ല, അത്രയും കൂടി നല്ല മൂടി നിൽക്കുക. നമ്മുടെ ചായ തിളച്ചു. മേളിൽ കൂടെ ആരോ ഡ്രോൺ പറത്തുണ്ട് കേട്ടോ, നമ്മളെ നിരീക്ഷിക്കുകയാണ്. ആരോ ഡ്രോൺ പറത്തുണ്ട്, നമ്മളെ വാച്ച് ചെയ്യണോ? നമ്മളതിന് വാച്ച് ചെയ്യാനല്ലേ. എന്തായാലും ഈ ഷൂ ഉണ്ടായതുകൊണ്ടേ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങാം, അതൊരു കാര്യം കേട്ടോ. മറ്റേ ഷൂ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ ഒതുക്കി നമ്മൾ വിടാനുള്ള പരിപാടി കേട്ടോ. ഇനിയിപ്പോ
അടുത്ത വീഡിയോ എടുക്കാനുള്ള ഒരു സ്ഥലം നോക്കണം. എന്നിട്ട് നോക്കിയിട്ട് അവിടെ ഇന്ന് രാത്രി ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനി മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാനുള്ള പരിപാടി നോക്കണം. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഇത് തന്നെയല്ലേ പണി. അപ്പം മാക്സിമം വീഡിയോ ഇടാൻ നോക്കണം. പിന്നെ എഡിറ്റിങ്ങിനാണ് താമസം. ഇപ്പോൾ ഒരു വീഡിയോ ഇന്നിപ്പോൾ എടുത്ത വീഡിയോ തന്നെ നമ്മൾ ചിലപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആവും അപ്ലോഡ് ചെയ്യാൻ. എഡിറ്റിങ്ങിന് ഭയങ്കര താമസം. ഇത് നമ്മൾ വലിയ ക്യാമറ കൊണ്ട് എടുക്കുന്നതുകൊണ്ട്, ക്യാനോണിൻ്റെ വലിയ ക്യാമറ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് നമുക്കത് ഒരു 120, 130 ഓരോ ഷോട്ടുകളാണ്. 130 ഷോട്ട്, 140 ഷോട്ട്. അപ്പോൾ അത് നമ്മൾ ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റുമ്പോൾ തന്നെ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഈ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നല്ലത് മാത്രം കട്ട് ചെയ്ത് എടുത്ത് നമ്മളൊരു അരമണിക്കൂർ ആക്കണ്ടേ. അപ്പോൾ അത് ഭയങ്കര താമസമാണ്. പിന്നെ കളയേണ്ടതൊക്കെ കളഞ്ഞ് എടുക്കേണ്ടതൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര താമസം. അതാണ് എഡിറ്റിങ്ങിന് താമസം ഉണ്ടായതുകൊണ്ടാണ് ഈ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി താമസിക്കുന്നത്. അപ്പോൾ ഇനി മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്ന പോലെ ചെയ്യണം. എന്നാലേ ഇപ്പോൾ പരിപാടി നടക്കുള്ളൂ. പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. ഞാൻ രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് കിടക്കാൻ നേരത്താണ് ഈ കമൻറ്റുകൾ വായിക്കുന്നതും പിന്നെ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടുക. അതായത് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആവും ചിലപ്പോൾ. ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ കമൻറ്റിന് റിപ്ലൈ തരുന്നത്. പിന്നെ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ അയക്കുന്ന ഒരു കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. എന്താ വെച്ചാൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ കമൻറ്റുകൾ അയക്കുന്നത്. അപ്പം നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുക, അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ നമുക്ക് ഇംഗ്ലണ്ടിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ നമുക്ക് കമൻറ്റ് വരാറുണ്ട്. പിന്നെ ദുബായിൽ, ഒമാനിൽ, പിന്നെ സൗദിയിൽ, അവിടെയൊക്കെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും പേര് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അവർ കമൻറ്റ് എഴുതുമ്പോൾ ഓരോരുത്തരും എനിക്ക് മനസ്സിലാവും, ഇന്ന ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാറുണ്ട്. ഞാൻ അനുസരിച്ച് റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നല്ല സപ്പോർട്ട്, ആ സപ്പോർട്ട് കാരണമാണ് ഞാൻ വീണ്ടും ഇതിന് തന്നെ ഇറങ്ങിത്തിരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ആവാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഒക്കെ ആവും എന്നുള്ള രീതിയിലാണ് വേറൊരു പണിക്കും പോകാതെ ഇതിന് തന്നെ ഇറങ്ങി തിരിച്ചു കേട്ടോ. അപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിത് എന്തായാലും ഒതുക്കി ഇവിടുന്ന് വിടാനുള്ള പരിപാടി നോക്കട്ടെ. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഒരു സൈറ്റ് പോയി നോക്കണം, അല്ലെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ ഉച്ച കഴിഞ്ഞൊക്കെ പോയി അവിടെ അങ്ങനെ വലിയ പാടാണ്. അപ്പൊ രാവിലെ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ടൊക്കെ നല്ലൊരു സ്ഥലം പോയി കാണണം. അപ്പൊ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വിടട്ടെ. ഓക്കെ, മഞ്ഞ എന്തായാലും കുറയുന്നില്ല, മഞ്ഞ് കൂടുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും മഞ്ഞ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ഇടാനുള്ള പരിപാടി നോക്കാം അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നല്ല മഞ്ഞാട്ടോ, മഞ്ഞ് കൂടി വരും കേട്ടോ. സമയം 7:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ അപ്പൊ ഞാൻ വിടട്ടെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.